നേരത്തെ നമ്മളൊരു പ്രഷ്യസ് സ്റ്റോൺ നെക്ലേസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെമി പ്രഷ്യസ് സ്റ്റോൺ നെക്ലേസ് ആണ്. ഈ നാച്ചുറൽ സ്റ്റോൺ നെക്ലേസ് ദീപക് ജംസിയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇനി സ്റ്റോൺസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ വയലറ്റ് കളറിലുള്ളത് അമത്തിസ്റ്റ്, ആ ലൈറ്റ് ബ്ലൂ കളറിലുള്ളത് ബ്ലൂ ടോപ്പാസ്, പിന്നെ ആ യെല്ലോ കളറിലുള്ളത് ഗോൾഡൻ യെല്ലോ കളറിലുള്ളത് ഗോൾഡൻ സിട്രിൻ, പിന്നെ ആ പച്ച കളറിലുള്ളത് പെരിഡോട്ട്. ഈ ബ്ലൂ ടോപ്പാസ് വെച്ച് ബാക്കി എല്ലാത്തിനും 7 MOHs ഹാർഡ്നെസ്സേ ഉള്ളൂ. പിന്നെ ഈ ബ്ലൂ ടൊപ്പാസിന് 8 MOHs ഹാർഡ്നെസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഈ കാണുന്ന ടൊപ്പാസ് വെച്ച് തുടങ്ങാം. റെഡ് സീയിലുള്ള ഒരു ഐലൻഡിൻ്റെ പേരാണ് ടൊപ്പാസിയോസ്. അപ്പോൾ ആ ഗ്രീക്ക് പേരായ ടൊപ്പാസിയോസിൽ നിന്നാണ് ടൊപ്പാസ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ ഈ സ്റ്റോണിന് ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഏൻഷ്യൻ ടൈംസിൽ ഇത് ശക്തി കൂട്ടാനും ഈ ദുഃഖം അകറ്റാനൊക്കെ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഇത് സിംപ്ലൈസ് ചെയ്തേക്കുന്നത് ക്ലാരിറ്റി ഓഫ് തോട്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപീസ് ആണ്. ഇതൊരു ഡിസംബർ ബർത്ത് സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ ഇത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ശാന്തതയും ശക്തിയും വിശ്വസ്തയും. ഇനി നമുക്ക് നീല ടൊപ്പാസിൽ നിന്ന് പച്ച പെരിഡോട്ടിലേക്ക് വരാം. പെരിഡോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ച കളറിൽ മാത്രമാണ് ഈ സ്റ്റോൺ അവൈലബിൾ ആയിട്ടുള്ളൂ. അറബിക് വേർഡായ ഫരിദത്തിൽ നിന്നാണ് പെരിഡോട്ടിൻ്റെ പേര് ഡിറൈവ് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. ഫരിദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജം അല്ലെങ്കിൽ രത്നം എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് ജം ഓഫ് ദ സൺ എന്നാണ്, അതായത് സൂര്യൻ്റെ രത്നം. ഏൻഷ്യൻ ടൈംസിൽ ഇത് നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ടുള്ള സ്റ്റോൺ ആണെന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അതായത് ഗുഡ് ലക്ക് കൊണ്ടുവരും, പ്രൊട്ടക്ഷൻ കൊണ്ടുവരും, പിന്നെ പ്രോസ്പെരിറ്റിയും കൊണ്ടുവരും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇൻക്ലൂഷൻ ഇല്ലാത്ത, അതായത് ബ്രൗണും യെല്ലോയിഷും ടിൻ്റ് ഇല്ലാത്ത ലൈം ഗ്രീൻ കളറിലുള്ള പെരിഡോട്ടാണ് ഏറ്റവും നല്ല ക്വാളിറ്റി പെരിഡോട്ട്. ഇതൊരു ഓഗസ്റ്റ് ബർത്ത് സ്റ്റോൺ ആണ്. സിംബലൈസ് ചെയ്യുന്നത് സ്ട്രെങ്ത്, അബണ്ടൻസ് ആൻഡ് ഹാർമണി. ഇനി പച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഫെബ്രുവരി ബർത്ത് സ്റ്റോൺ ആയ വയലറ്റ് അമത്തിസ്റ്റിലേക്ക് വരാം. അപ്പോൾ ഗ്രീക്ക് വേർഡായ അമത്തിസ്റ്റോസിൽ നിന്നാണ് ഈ പേര് അമത്തിസ്റ്റിന് കിട്ടിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ലഹരിയിൽ നിന്നും മുക്തി തരുന്ന കല്ലായിട്ട് വിശ്വസിക്കുന്നു. അസോസിയേറ്റ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയും ക്ലാരിറ്റിയും. നല്ല ക്വാളിറ്റി അമത്തിസ്റ്റ് നല്ല ഡീപ്പ് ആൻഡ് റിച്ച് പർപ്പിൾ ടോൺസിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ റെഡ് അല്ലെങ്കിൽ നീല ഫ്ലാഷസ് ഇത് ചെയ്യും ലൈറ്റിനോട് കോണ്ടാക്റ്റ് വരുമ്പോൾ. പിന്നെ ആസ് യൂഷ്വൽ ഇൻക്ലൂഷൻസ് ഫ്രീ ആയിരിക്കും. ഇനി നമുക്ക് ഫൈനലി ക്വാർട്സ് വെറൈറ്റി ആയിട്ടുള്ള സിട്രിനിലേക്ക് പോകാം. ഇതൊരു വാം ഗോൾഡൻ യെല്ലോ ഹ്യൂ ഉള്ള ഒരു സ്റ്റോൺ ആണ്. ലെമൺ അല്ലെങ്കിൽ നാരങ്ങ എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് വേർഡായ സിട്രോണിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തേക്കുന്നതെന്നാണ് വിശ്വസിച്ചു. ഇതിനെ മെർച്ചൻറ്റ് സ്റ്റോൺസ് എന്നും വിളിക്കാറുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഇത് വെൽത്ത്, പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഹൈ ക്വാളിറ്റി സിട്രിന് ഗോൾഡൻ ഒരു ഓറഞ്ച് ഹ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇൻക്ലൂഷൻസ് ഫ്രീ ആയിരിക്കും. വാംത്ത്, ഒപ്റ്റിമിസം, അബണ്ടൻസ് സിംബലൈസ് ചെയ്യുന്ന സിട്രിൻ ഒരു നവംബർ ബർത്ത് സ്റ്റോൺ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.